പോലീസ് എന്നെ പറ്റി എന്ത് വിചാരിച്ചെന്നാലും എനിക്കൊന്നുമില്ല. ഇവന്മാരുടെ കൈ പിടിച്ചാവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ ഭാര്യയെ കാണണം. എന്ത് പറ്റി സാറേ? എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീടും കൂടിയൊക്കെ ഉള്ളതാണ്. ഈ മറുനാട്ടിൽ വന്നാലും ചാവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളുടെ മുറി വിളക്ക് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇത്ര പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് തോന്നാൻ കാര്യം? സാറേ, മരിക്കാൻ ആദ്യം സമയം വേണം സാറേ. എന്തുണ്ടായി പറയൂ, പറയൂ. പറയൂ, എന്തുണ്ടായി? ഈശ്വരനെ വിചാരിച്ച് എന്നെ കൊലയ്ക്ക് കൊടുക്കരുതേ സാറേ. അത് പറഞ്ഞ് എന്നെ കൊന്നു കളയും. നിങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തുണ്ടായി എന്ന് പറയൂ, പറയൂ. നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് ഞാനല്ലേ? അപ്പൊ നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതലയും എനിക്കില്ലേ? എന്തുണ്ടായി എന്ന് ധൈര്യമായി പറയൂ. സാറിവിടെ വരുമ്പോ അകത്തുണ്ട് ഒരു മുട്ടത്തലേ. അന്ന് നമ്മുടെ പിന്നാലെ കാറോട്ടിച്ച് വന്നില്ലേ സാറേ? അയാൾ തന്നെ എന്നെ പോലിരിക്കും. എടാ, നീ ആ പെണ്ണിനെ കാണിച്ചു കൊടുക്കൂടാ, കാണിച്ചു കൊടുക്കുമ്പോൾ നിന്നെ കൊല്ലുകയും എന്നൊക്കെ പറഞ്ഞ് തോക്കും ചൂണ്ടിക്കൊണ്ട് ഇനിയും വാങ്ങില്ലയോ സാറേ? ഞാൻ ഇന്ന് നാട് വിട്ടോളാന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ അയാൾ കൊന്നില്ല. അല്ലെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു സാറേ. എന്നിട്ട് ഞാൻ വന്നപ്പോൾ എന്നോട് ഇതെല്ലാം പറയാതിരുന്നത്? എങ്ങനെ പറയാനൊക്കും സാറേ? പറയാനായിട്ട് വാ പിടിച്ചാൽ തോക്ക് വായിലോട്ട് അങ്ങ് കയറിയല്ലോ. അങ്ങനെ ആയിടുന്നല്ല. നമ്മൾ അന്വേഷിച്ചിറങ്ങിയ ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ എന്തിനു വന്നുവെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ധൈര്യമായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലീസിന്റെ സഹായം ഞാൻ എത്തിച്ചു തരും. പിന്നെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? അക്രമികളെ പിടിച്ച് നാം വിട്ടാൽ പിന്നെ ഒഴിക്കാൻ സ്ഥലം കാണുകയില്ല. നിങ്ങൾ ധൈര്യമായിരിക്കും. സാർ, ഞാൻ പുറത്തുനിന്ന് വരുമ്പം മുട്ടത്തലനകത്തുണ്ട്. എങ്ങനെ കയറി എനിക്കറിയാൻ പാടില്ല. താക്കോൽ ഇവിടെ വെച്ചിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നു സാർ. അയാൾ പിന്നെ എങ്ങനെ അകത്ത് കയറി? അത് തന്നെയാണ് എന്റെ ചോദ്യം. എങ്ങനെയാ കയറി സാർ പറ. സാർ, സാർ, ഏതായാലും ഈ മുറി ഇനി എനിക്ക് താമസിക്കാൻ പേടിയാ. ഞാൻ വേണ്ടി സാറിന്റെ മുറി താമസിച്ചോളാം. ശരി, അങ്ങനെ ആവട്ടെ. നിങ്ങൾ എന്റെ മുറിയിൽ വന്ന് താമസിച്ചോളൂ. വരും. ഈ മുറിയിൽ താമസിക്കാൻ ഭയമൊന്നുമില്ലല്ലോ? സാറും കൂടെ ഉണ്ടെങ്കിൽ താമസിക്കാം. ഒറ്റയ്ക്ക് വലിയ പാടാണ്. ശരി, നിങ്ങൾ ഈ കട്ടിൽ കിടന്നു, ഞാൻ തറയിൽ കിടന്നു. അതുകൊണ്ട് സാറ് കട്ടിൽ കിടന്നുണ്ട്, ഞാൻ തറയിൽ കിടന്നു. അതാണല്ലോ അതിന്റെ ഒരു ന്യായം.
പോലീസ് കൺട്രോൾ റൂം. ഇവിടെ നിന്ന് കാർ പുറപ്പെട്ടിട്ടുണ്ട്. MSP 1115. യെസ് സർ. 1115. 1115. പേരെന്നാ? ഗോപാലൻ നായർ. എങ്ങോട്ട് പോകുന്നു? എന്റെ വീട്ടിലേക്ക്. ആരുടെ കാറാ ഇത്? എന്റെ. ശരി, ആ രജിസ്ട്രേഷൻ ബുക്ക് എടുക്കും. സ്റ്റേഷനിലേക്ക് വരൂ. എന്തിനും സാർ? അത് അവിടെ നിന്ന് പറയാം. സംഭവങ്ങൾ ഈ ഹോട്ടലിൽ ഉണ്ടായിട്ടും അതേക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ മിസ്റ്റർ? ഞാൻ എന്തു പറയാനാണ് സാർ? ഈ ഹോട്ടലിനെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ചെയ്യുന്ന ദ്രോഹമായിരിക്കും ഇതെല്ലാം. ഈ അടച്ചിടുന്ന മുറികളൊക്കെ തുറക്കാനുള്ള താക്കോൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു പോവുകയുള്ളൂ. ഇതിനൊന്നും എനിക്ക് മറുപടിയില്ല സാർ. നിങ്ങളുടെ പ്രൊപ്പറേറ്റർ എവിടെ? അദ്ദേഹത്തിന് സുഖമില്ല, വിശ്രമിക്കുന്നതിന് വേണ്ടി ഊട്ടിയിലേക്ക് പോയിരിക്കുക. മിസ്റ്റർ രാജൻ, ഏതായാലും നിങ്ങൾ ഒരു പെറ്റീഷൻ എഴുതി തരൂ. നിങ്ങളുടെ നാട് എവിടെയാണ്? തൃശ്ശൂര്. ഇവിടെ എന്തിനു വന്നു? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് താമസിക്കുകയാണ്. സാർ, എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് തന്നെ വലിയ പേരുദോഷമാണ്. ഇവിടെ താമസിക്കാൻ ആളുകൾ മടിക്കും. എന്നെങ്കിലും നിന്നെ ഞങ്ങൾ പിടികൂടാതിരിക്കയില്ല. അന്ന് നിനക്കെങ്കിലും രക്ഷ വേണമെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞു. അതാണ് നല്ലത്. ഇതേപ്പറ്റി എനിക്കൊന്നും അറിയില്ല സാർ. ഞാൻ പറയുന്നത് സത്യമാണ്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ പിന്നാലെ ഓടിച്ചു വന്ന കാർ ഇതല്ലേ? അല്ല. ഈ കാർ മറ്റാരെങ്കിലും ഓടിക്കാറുണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഓടിക്കാറുള്ളൂ. ഇന്നലെ രാത്രി സുവർണ ഹോട്ടലിൽ വന്നിരുന്നു. ഇതൊന്നും എനിക്ക് അറിയില്ല സാർ. റാസ്കൽ, നീ സത്യം പറയില്ലല്ലേ? നിന്നെ കൂടി ഞാൻ സത്യം പറയിക്കും. ഇൻസ്പെക്ടർ, ഈ ഡ്രൈവർ അവരുടെ ആളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാനാണ് ആ ഉണ്ണിക്കണ്ണൻ നായർ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ അയാളെ ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നിന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് പോയില്ല? ഞാൻ പോകാൻ വലിയാണ്, എന്നെ വിടാഞ്ഞിട്ടാണ്. ഇനി നീ പോകേണ്ടി വരില്ല. നിന്നെ ഇവിടെ തന്നെ കുഴിച്ചു മൂടിയേക്കാം. കുറെ കയ്യൽ. അയ്യോ,
ആ ഹോട്ടലിൽ നടന്ന സംഭവങ്ങളൊന്നും ഗീത അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനും അറിഞ്ഞു രാജേട്ട. ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും ആ ഹോട്ടലിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിൽ ഇതാദ്യമാണ്. ആ ഹോട്ടൽ മാനേജർ എങ്ങനെയുള്ള ആളാണ്? വളരെ നല്ല ആളാണ്. എന്താ ചോദിച്ചത്? ഏതായാലും ഗീത അവിടെ ജോലി ചെയ്യുന്നത് അത്ര ബുദ്ധിപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ വന്നേക്കാം. എന്താ ഡ്രൈവറെ വിട്ടയച്ചോ? ഇല്ല സാർ, ലോക്കപ്പിലിട്ടിരിക്കുന്നു. അവൻ രഹസ്യങ്ങൾ വരുന്നു പറഞ്ഞു കൊടുത്തു? ഇല്ല. അവൻ പറയില്ല. വെടിവെച്ച് കളയുമെന്ന് പറഞ്ഞാൽ പോലും അവൻ പറയില്ല. ആട്ടെ, രാജനെവിടെ? ഗീതയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഓഹോ, ശരി, അവനെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഇവനെ സൂക്ഷിച്ചു.
ആ